നമ്മളിങ്ങനെ സാധാരണക്കാരായ മനുഷ്യർ ഒരുപാട് സ്വപ്നങ്ങളോടെ പലയിടങ്ങളിൽ ജീവിക്കുന്നുണ്ട്. പലപ്പോഴും അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ ഒന്നും യാഥാർത്ഥ്യമാക്കാൻ കഴിയാറില്ല. ഒരിക്കലും യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല എന്ന് കരുതിയ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായ കുറേ മനുഷ്യരുടെ സന്തോഷത്തിലേക്കാണ് ഞാനിനി പ്രേക്ഷകരെ കൂട്ടുന്നത്. വാർദ്ധക്യത്തിൻ്റെ അവശതയിലും കടലും തീവണ്ടി യാത്രയും ആസ്വദിച്ച് വയനാട് തരുവണ്ണയിലെ വയോജനങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ സ്വപ്നമാണ് അവർക്ക് ഒടുവിൽ പൂവണിഞ്ഞത്. ഒരിക്കലും കടൽ കാണുമെന്നോ തീവണ്ടിയിൽ കയറുമെന്നോ പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പോൾ കാണുന്നത് കടൽ തന്നെയാണോ വിശ്വസിക്കാനാകുന്നില്ല. വയനാട് തിരുവണ്ണയിൽ നിന്ന് കടൽ കാണാനായി വടകര സാൻഡ് ബാഗ്സിലെത്തിയ ഓരോരുത്തരും പങ്കുവച്ച വാക്കുകളാണിത്. 220 പേരാണ് കഴിഞ്ഞ ദിവസം വടകര സാൻഡ് ബാഗ്സിൻ്റെ മനോഹാരിത നുകരാൻ വയനാട് തിരുവണ്ണയിൽ നിന്നെത്തിയത്. ഇതിൽ 160 പേരും ഇതുവരെ കടൽ കാണുകയോ തീവണ്ടിയിൽ കയറുകയോ ചെയ്തവരല്ല. ബസ്സിൽ വയനാട്ടിൽ നിന്നും തലശ്ശേരിയിലെത്തി അവിടെ നിന്ന് തീവണ്ടിയിൽ വടകര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് സന്ദർശിച്ച ശേഷം വടകര സാൻഡ് ബാഗ്സിലെത്തി. പലർക്കും കടലിൽ ഇറങ്ങുവാൻ പേടിയായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങാതെ തിര വന്നപ്പോൾ കരയിലേക്ക് തന്നെ ഓടിക്കേറി. പ്രദേശത്തെ സന്നദ്ധ പ്രവർത്തകനായ പള്ളിയാൽ മൊയ്തൂട്ടിയാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. എൻ്റെ നോംസ് നിശ്ചയിച്ചിരിക്കുന്നത് 70 വയസ്സ് പിന്നിട്ടവരായിരിക്കണം. ജീവിതത്തിൽ കടലോ തീവണ്ടിയോ കാണാത്തവരായിരിക്കണം. അവർ സമ്പന്നരാണോ അല്ലെങ്കിൽ ദരിദ്രരാണോ എന്നുള്ള വിവേചനമൊന്നുമില്ല. ജാതി, മത, രാഷ്ട്രീയ കക്ഷിഭേദമന്യേ ആർക്കും ഇതിൽ പങ്കെടുക്കാം. ഇതിന് പൂർണ്ണ പിന്തുണയായിക്കൊണ്ട് എൻ്റെ സുഹൃത്തുക്കളും അതിൽ 21 പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗവും സ്ഥലം MLA-യും ഒക്കെ തന്നെ പിന്തുണ വന്നപ്പോഴാണ് ഇത് വലിയ ഒരു പരിപാടിയാക്കി മാറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. കടൽ കണ്ട സന്തോഷവും ഇവർ മറച്ചുവെച്ചില്ല. നമുക്ക് സ്വപ്നം കാണാൻ മാത്രമല്ലേ ഇതുള്ളൂ. ഇപ്പൊ ഇന്ന് ഞങ്ങളുടെ സ്വപ്നം സഫലമായി. എല്ലാം കണ്ടപ്പോ നല്ലൊരു സന്തോഷം. അടുത്ത പ്രാവശ്യം ഇതിങ്ങനെ ഉണ്ടാകട്ടെ. എല്ലാം ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നമ്മൾ സ്വന്തം അഹങ്കരിച്ചോ ജീവിച്ചിട്ടോ കാര്യമില്ല. ഇങ്ങനെ ഉപകാരങ്ങളെല്ലാം ചെയ്താൽ അതിന്റെ ഗുണം നമുക്ക് ഉണ്ടാവും. കടലും തീവണ്ടിയും കാണാത്ത പുതിയ ആളുകളുമായി അടുത്ത തവണയും വരാമെന്ന് ഉറപ്പു നൽകിയാണ് മൊയ്തൂട്ടിയും കൂട്ടരും വയനാട്ടിലേക്ക് മടങ്ങിയത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.